കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 23-ാമത്തെ ദിവസമായ ഇന്നത്തെ ചെറുപുഷ്പമൊഴി, യേശുവിന് ഞാൻ ആത്മാർപ്പണം ചെയ്തിരുന്നത് അവിടുത്തെ പ്രീതിക്കും ആശ്വാസത്തിനും വേണ്ടിയാണ്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസ്യുവിലെ ചെറുപുഷ്പത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എത്രമാത്രമാണ് നീ ആ മകളെ ഒരുക്കിയത്. ആ മകൾ പറഞ്ഞല്ലോ, നിനക്ക് ആത്മാർപ്പണം ചെയ്തിരുന്നത് മറ്റൊരു പ്രീതിക്കും മറ്റാരെയും സംതൃപ്തമാക്കാൻ വേണ്ടിയല്ല, മറിച്ച് യേശുവിൻ്റെ പ്രീതിക്കും ആശ്വാസത്തിനും വേണ്ടിയാണെന്ന്. അതുപോലെ എപ്പോഴും നിന്നിലേക്ക് നോക്കുവാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ലിസ്യുവിലെ ചെറുപുഷ്പമേ, നിന്നെപ്പോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈശോയ്ക്ക് ആത്മാർപ്പണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കൊച്ചുത്രേസ്യായിലൂടെ ഈശോയിലേക്ക് നമുക്കൊന്ന് വിട്ടുകൊടുക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം.